കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. രോഗികളില്ലാത്ത ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മനുഷ്യരാരും ആ കെട്ടിടത്തിൽ ഇല്ല എന്നുള്ളതും ഏതാണ്ട് വ്യക്തമാകുന്നു എന്നുള്ള വിവരം വരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. വലിയ തോതിൽ പുക പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ചേതൻ ചേരുകയാണ്. ചേതൻ, ഷമ്മി, നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അത്ര പേടിക്കേണ്ട, അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും പുക ഉയരുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ പുക മാറ്റുവാനുള്ള നടപടിക്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ പോലീസിന്റെ സംഘവും. അവരെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല. എല്ലാവരും, രോഗികളടക്കം എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും പുക ഉയരുന്നുണ്ട്. തീപിടുത്തം ഉള്ളിലുണ്ടോ എന്ന കാര്യം, അങ്ങോട്ടേക്കുള്ള പ്രവേശനമൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ, അതായത് ഇനി ആരെങ്കിലും ഒന്ന് അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘവും. പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് സീരിയസ് സിറ്റുവേഷൻ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. തീർച്ചയായും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. വലിയ തോതിൽ കറുത്ത പുക ഉയരുന്നതും തീ പിടിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതുമാത്രവുമല്ല, ആ വലിയ തോതിൽ പുക ഉയർന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചെറിയ തോതിലുള്ള പുക മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, സി ബ്ലോക്കിൽ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചേതൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗികളോ മറ്റ് ആൾക്കാരോ ഭാഗത്തുണ്ടായിരുന്നില്ല എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള ഒരു തീപിടുത്തം അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ തീ പിടിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചിമ്മിനി പോലെയുള്ള ഒരു ഭാഗത്താണ് ഈ തീപിടുത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് എവിടെയാണ് തീപിടുത്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ചേതൻ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം നിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഷമി, പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും മാധ്യമങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഇവർ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കാത്തത് എന്ന കാര്യങ്ങളടക്കം ഇവർ ഒന്നും കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. മാനേജ്മെന്റ് അങ്ങോട്ടേക്ക് പൂർണ്ണമായും ദൃശ്യങ്ങൾ പകർത്തുന്നത് വിലക്കിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇപ്പോൾ അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല. കാരണങ്ങളൊന്നും പറയാതെയാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. സീരിയസ് ആണോ ഗുരുതരമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. എന്നാൽ ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും ആശുപത്രിയിലെ അധികൃതർ ഒന്നും ഒരു ഉത്തരവ് പോലും പറയുന്നില്ല. പോലീസും മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് തടയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് മറക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്കുള്ള പ്രവേശിപ്പിക്കാത്തത് എന്ന കാര്യങ്ങളടക്കം
വ്യക്തമായ ഒരു മറുപടിയും ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന കാര്യമാണ് നമ്മൾക്ക് ഇവിടെ പ്രധാനമായും പറയാനുള്ളത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രാഥമികമായും ആർക്കും തന്നെ പരിക്കില്ല എന്നാണ് വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വലിയ ഗുരുതരമായ സിറ്റുവേഷൻ അല്ല, കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ കൂടിയും സംഭവ സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് ഒരു വിഷൽ പകർത്താൻ വേണ്ടി സമ്മതിക്കുന്നില്ല ഈ ആശുപത്രി മാനേജ്മെന്റ് അധികൃതർ. നമ്മൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന, നമ്മളോട് കയർക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് പ്രധാനമായും നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ രോഗികളൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന കാര്യമാണ് നമുക്ക് ആശുപത്രിയുടെ പ്രതികരണം, ആശുപത്രി അധികൃതരുടെ പ്രതികരണം. പ്ലാന്റിന്റെ അടുത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഏരിയയാണ്, അവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. ആ കാണുന്ന പുക തീ അണഞ്ഞിട്ടുള്ള പുകയാണ്. വേറെ എല്ലാവരും ഫയർ സർവീസും പോലീസും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഏകദേശം രോഗികളൊന്നും ഈ ഭാഗത്തില്ല. 8ാം നിലയിൽ രോഗികളൊക്കെ ഞങ്ങൾ തീപിടുത്തം കാരണം അറിയില്ല. അവിടെ ഫ്ലെയിമബിൾ ആയി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ജോലി നടക്കുന്നുണ്ടായിരുന്നു. ജോലി നടക്കും. അതിലാർക്കെങ്കിലും ആർക്കും പരിക്കില്ല. നമ്മളിപ്പോ 8ാം നിലയിലെ രോഗികളെയാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. 8ാം നിലയിലെ രോഗികളെ അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സുരക്ഷയുടെ ഭാഗമായിട്ട് മാറ്റി. സുരക്ഷിതമായിട്ട് മാറ്റി. ഇപ്പൊ എല്ലാം ഐസിയു എല്ലാ ഭാഗങ്ങളിലുണ്ട്. 5-ലുണ്ട്, പല ഭാഗങ്ങളിലും. ഐസിയുന്റെ ഇത് 8th ഫ്ലോറിൽ താഴത്തേക്ക് പോയിട്ടില്ല. ഈ തീ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം ജീവനക്കാരുടെ കയ്യിലാണ്. അത് അന്വേഷിക്കണം, ഞാൻ പ്രത്യേകമുള്ളൂ. ഇതിൽ വളരെ കൃത്യമായി തന്നെ ആദ്യം തന്നെ ഷമി, നമുക്ക് പ്രധാനമായും പറയുന്നത് ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പേടിക്കാൻ വേണ്ടി അത്ര ചിത്രീകരിക്കാൻ നോക്കുമ്പോൾ ബേബി മെമ്മോറിയലിന്റെ GM തന്നെ നേരിട്ട് മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നു. അതിനൊരു കരുതലിന്റെ ഭാഗമായി തൊട്ട് താഴെയുള്ള 8ാം നിലയിലുള്ള രോഗികളെ പൂർണ്ണമായും ആശുപത്രിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സുരക്ഷയുടെ ഭാഗമായുമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. എങ്കിൽ കൂടിയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അധികൃതരുടെ നിർദ്ദേശപ്രകാരം തൊട്ട് താഴെയുള്ള നിലയിലെ എല്ലാ രോഗികളെയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോകുവാൻ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഇല്ല. ഈ തീപിടുത്തത്തിന്റെ കാരണം വളരെ വ്യക്തമല്ല. ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്, അതായത് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊന്നും, മണ്ണെണ്ണ, പെട്രോള് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പറയുന്നത് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കോഴിക്കോട് MP ആണ് ഇപ്പോൾ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടി വന്നത്. MK രാഘവൻ MP ഈ അഗ്നിബാധ അറിഞ്ഞ് ആശുപത്രിയിലേക്ക് മേഖലയിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് എടുത്തു പറയാം എന്നാണ് ആശുപത്രി അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഭയന്നിരുന്നു. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നാണ് പ്രധാനമായും ഇവിടെ എത്തിച്ചേർന്ന പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവെച്ചിരിക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ ഒരു കാരണം കണ്ടെത്തണം. അത് മാത്രമല്ല, ഇവിടെ പുക ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പുക മാറ്റേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ വാക്വം ചേമ്പർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ട നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവിടെ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പുക മാറ്റുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇത്തരത്തിൽ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ വെളിച്ചം വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഇവിടെ ബലം പ്രയോഗിക്കുന്ന മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്.